ഭരണകൂടത്തിന്റെ തലപ്പത്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കോൺഗ്രസും തമ്മിലുള്ള അധികാര തർക്കം പുതിയൊരു രാഷ്ട്രീയ യുദ്ധമുഖം തുറന്നിരിക്കുകയാണ്. ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്ന അഗ്രസീവായ സൈനിക നയങ്ങളാണ് വാഷിംഗ്ടണിനെ ഇപ്പോൾ കടുത്ത ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഏകപക്ഷീയമായി സൈനിക നടപടികളുമായി മുന്നോട്ടു പോകാനുള്ള പ്രസിഡന്റിന്റെ നീക്കങ്ങൾക്ക് തടയിടാൻ പ്രതിപക്ഷം ശക്തമായ ശ്രമങ്ങൾ ആരംഭിച്ചതോടെ വൈറ്റ് ഹൗസും ജനപ്രതിനിധികളും തമ്മിലുള്ള പോരാട്ടം തെരുവിലേക്കും പാർലമെന്ററി സഭകളിലേക്കും പടരുകയാണ്. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങളിൽ പ്രസിഡന്റിന്റെ അധികാരം പരിമിതപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഡെമോക്രാറ്റിക് പാർട്ടി കൊണ്ടുവന്ന വാർ പവേഴ്സ് റെസല്യൂഷൻ US ജനപ്രതിനിധി സഭയായ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിൽ വൻ രാഷ്ട്രീയ നാടകീയതയ്ക്കാണ് വഴിവെച്ചത്. കോൺഗ്രസിന്റെ വ്യക്തമായ അംഗീകാരമില്ലാതെ ഇറാനെതിരെ തുടർച്ചയായ സൈനിക നടപടികൾ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്യുന്നതായിരുന്നു ഈ പ്രമേയം. എന്നാൽ സഭയിൽ വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് ഈ പ്രമേയം അപ്രതീക്ഷിതമായി പിൻവലിക്കേണ്ടി വന്നത് വാഷിംഗ്ടണിലെ രാഷ്ട്രീയ അണിയറകളിൽ വലിയ പുകിലുണ്ടാക്കിയിട്ടുണ്ട്. സ്വന്തം പക്ഷത്തു നിന്ന് പോലും പൂർണ്ണമായ പിന്തുണ ഉറപ്പാക്കാൻ കഴിയാത്തതിനെ തുടർന്ന് റിപ്പബ്ലിക്കൻ നേതൃത്വം ഇടപെട്ടാണ് വോട്ടെടുപ്പ് തടഞ്ഞതും പ്രമേയം താൽക്കാലികമായി മാറ്റിവെപ്പിച്ചതും. ഹൗസ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റിയുടെ തലവനായ ഗ്രെഗറി മീക്സ് ആണ് ഈ സുപ്രധാന പ്രമേയം സഭയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. യുദ്ധം പ്രഖ്യാപിക്കാനും സൈനിക നീക്കങ്ങൾക്ക് അനുമതി നൽകാനുമുള്ള കോൺഗ്രസിന്റെ ഭരണഘടനാപരമായ അധികാരം വീണ്ടെടുക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് ഡെമോക്രാറ്റുകൾ ഈ നീക്കം നടത്തിയത്. അമേരിക്കൻ ഭരണഘടനയനുസരിച്ച് യുദ്ധപ്രഖ്യാപനത്തിനുള്ള അന്തിമ അധികാരം ജനപ്രതിനിധി സഭയ്ക്കാണ്. എന്നാൽ സമീപകാലത്തായി ഭരണകൂട തലവന്മാർ ഈ വ്യവസ്ഥകളെ മറികടന്ന് സ്വന്തം നിലയ്ക്ക് സൈനിക ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് പതിവായ പശ്ചാത്തലത്തിലാണ് മീക്സിന്റെ നേതൃത്വത്തിൽ ഈ പുതിയ നീക്കം ശക്തമാക്കിയത്. അമേരിക്കയെ വീണ്ടും ഒരു ദീർഘകാല മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിലേക്ക് ട്രംപ് ഭരണകൂടം വലിച്ചിഴക്കുകയാണെന്നാണ് പ്രമേയത്തെ അനുകൂലിക്കുന്ന ജനപ്രതിനിധികൾ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നത്. വർഷങ്ങളോളം നീണ്ടുനിന്ന ഇറാഖ് അഫ്ഗാനിസ്ഥാൻ യുദ്ധങ്ങൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്കും മനുഷ്യ വിഭവശേഷിക്കും വരുത്തിവെച്ച വൻ നാശനഷ്ടങ്ങൾ ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇറാനുമായുള്ള നേരിട്ടുള്ള ഒരു യുദ്ധം മിഡിൽ ഈസ്റ്റിലാകെ വലിയ അസ്ഥിരത ഉണ്ടാക്കുമെന്നും അത് അമേരിക്കൻ സൈനികരുടെ ജീവൻ കൂടുതൽ അപകടത്തിലാക്കുമെന്നും ട്രംപിന്റെ നയങ്ങളെ എതിർക്കുന്നവർ വാദിക്കുന്നു. വിഭാവനം ചെയ്യുന്ന ചെക്സ് ആൻഡ് ബാലൻസസ് അഥവാ അധികാര സമതുലിതാവസ്ഥ നിലനിർത്താൻ കോൺഗ്രസ് അടിയന്തരമായി ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ജനപ്രതിനിധികളുടെ പക്ഷം. ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ വൈറ്റ് ഹൗസിന്റെയോ മാത്രം താല്പര്യങ്ങൾക്കനുസരിച്ച് രാജ്യത്തെ മറ്റൊരു യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ അനുവദിക്കില്ലെന്ന് ഡെമോക്രാറ്റുകൾ ഒറ്റക്കെട്ടായി പ്രഖ്യാപിക്കുന്നു. ഹൗസിലും സെനറ്റിലും ഒരേപോലെ ഈ വികാരം ശക്തമാക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ട്രംപിന് സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ തലവേദന ചെറുതൊന്നുമല്ല. ഹൗസ് ഫ്ലോറിൽ നിന്ന് പ്രമേയം താൽക്കാലികമായി പിൻവലിക്കേണ്ടി വന്നത് റിപ്പബ്ലിക്കൻ ക്യാമ്പിലെ തന്ത്രപരമായ നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ട്രംപിനെ അനുകൂലിക്കുന്ന കടുത്ത യാഥാസ്ഥിതിക വിഭാഗവും യുദ്ധത്തിന്റെ സാമ്പത്തിക ബാധ്യതകളെ ഭയപ്പെടുന്ന മിതവാദികളായ റിപ്പബ്ലിക്കന്മാരും തമ്മിൽ പ്രമേയത്തെ ചൊല്ലി ഭിന്നതയുണ്ടായിരുന്നു. വോട്ടെടുപ്പ് നടന്നിരുന്നെങ്കിൽ അത് ഭരണകക്ഷിക്കുള്ളിലെ വിള്ളലുകൾ പരസ്യമാക്കുമായിരുന്നു. ഈ ഒരു നാണക്കേട് ഒഴിവാക്കാനാണ് പാർട്ടി നേതൃത്വം അടിയന്തരമായി ഇടപെട്ട് വോട്ടെടുപ്പ് മാറ്റിവെപ്പിച്ചത്. ഈ രാഷ്ട്രീയ പോരാട്ടം ജനപ്രതിനിധി സഭയിൽ മാത്രം ഒതുങ്ങുന്നില്ല, മറിച്ച് US സെനറ്റിലും ഇതിനോടകം വലിയ പ്രതിഫലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. സെനറ്റിലെ ഇരുപക്ഷത്തെയും പ്രമുഖരായ പല ജനപ്രതിനിധികളും പ്രസിഡന്റിന്റെ അനിയന്ത്രിതമായ യുദ്ധാധികാരങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി രംഗത്ത് വന്നിട്ടുണ്ട്. ദേശീയ സുരക്ഷയുടെ പേരിൽ കോൺഗ്രസിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന നീക്കങ്ങൾ ജനാധിപത്യ സംവിധാനത്തിന് ഗുണകരമല്ലെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ തന്നെ ചില പ്രമുഖ സെനറ്റർമാർ പരസ്യമായി സമ്മതിക്കുന്നുണ്ട്. ഇത് ട്രംപ് ഭരണകൂടത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു. ഇറാൻ സംഘർഷം മൂലം അമേരിക്കയ്ക്കുണ്ടാകുന്ന വൻ സാമ്പത്തിക ബാധ്യതകളാണ് നിയമനിർമ്മാതാക്കളെ പ്രകോപിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ആഭ്യന്തര വികസനത്തിനും ജനക്ഷേമ പദ്ധതികൾക്കും ഉപയോഗിക്കേണ്ട കോടിക്കണക്കിന് ഡോളറാണ് മിഡിൽ ഈസ്റ്റിലെ സൈനിക വിന്യാസങ്ങൾക്കായി പ്രതിദിനം ചിലവഴിക്കുന്നത്. ഈ അനാവശ്യ ചെലവുകൾ അമേരിക്കൻ നികുതിദായകരുടെ മേൽ വലിയ ഭാരമായി മാറുമെന്നും നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ മറ്റൊരു യുദ്ധത്തിന്റെ ചിലവ് താങ്ങാൻ രാജ്യത്തിന് കഴിയില്ലെന്നും സെനറ്റർമാർ മുന്നറിയിപ്പ് നൽകുന്നു.
പ്രമേയം ഇപ്പോൾ താൽക്കാലികമായി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ തയ്യാറെടുപ്പുകളോടെ ഇത് വീണ്ടും സഭയിലേക്ക് കൊണ്ടുവരാനാണ് ഡെമോക്രാറ്റുകളുടെ പ്ലാൻ. വരുന്ന ജൂൺ മാസത്തിൽ ഈ വിഷയം സഭയിൽ വീണ്ടും വലിയ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ളിൽ പാർട്ടി ഭേദമന്യേ കൂടുതൽ ജനപ്രതിനിധികളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള തീവ്ര ശ്രമങ്ങളിലാണ് ഗ്രെഗറി മീറ്റ്സും സംഘവും. ഇത് ജൂൺ മാസത്തിൽ വാഷിംഗ്ടണിൽ വലിയൊരു രാഷ്ട്രീയ പൂരത്തിന് തന്നെ വഴിവെക്കുമെന്ന് ഉറപ്പാണ്. ട്രംപ് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കങ്ങൾ അവരുടെ വിദേശ നയങ്ങൾക്കുള്ള വലിയൊരു തിരിച്ചടിയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇറാന് ശക്തമായ മുന്നറിയിപ്പ് നൽകാൻ തങ്ങളുടെ സൈനിക നീക്കങ്ങൾക്ക് കഴിയുന്നുണ്ടെന്നാണ് വൈറ്റ് ഹൌസിന്റെ വാദം. എന്നാൽ സ്വന്തം രാജ്യത്തെ ജനപ്രതിനിധികൾ തന്നെ ഇതിനെതിരെ തിരിയുന്നത് ആഗോളതലത്തിൽ അമേരിക്കയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ റിപ്പബ്ലിക്കൻ അംഗങ്ങളെ ഒപ്പം നിർത്തി പ്രതിപക്ഷ നീക്കങ്ങളെ തകർക്കാനുള്ള തിരക്കിട്ട ചർച്ചകൾ വൈറ്റ് ഹൌസിലും നടക്കുന്നുണ്ട്. അമേരിക്കൻ വിദേശ നയത്തിന്റെ ചരിത്രത്തിൽ വാർ പവേഴ്സ് ആക്ടിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പുതിയതല്ലെങ്കിലും ട്രംപിന്റെ കാലത്ത് ഇത് കൂടുതൽ വഷളായിരിക്കുകയാണ്. എക്സിക്യൂട്ടീവ് അധികാരം ഉപയോഗിച്ച് കോൺഗ്രസിനെ മറികടക്കാൻ ട്രംപ് കാട്ടുന്ന ആർജവമാണ് പ്രതിപക്ഷത്തെ കൂടുതൽ ചൂടിപ്പിക്കുന്നത്. ഈ തർക്കം കേവലം ഒരു പ്രമേയത്തിൽ ഒതുങ്ങാതെ അമേരിക്കൻ ജനാധിപത്യത്തിലെ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ചുള്ള വലിയൊരു സംവാദമായി മാറിയിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സാഹചര്യങ്ങൾ വളരെ സങ്കീർണമായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് വാഷിംഗ്ടണിലെ ഈ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നത്. ഇറാൻ ഭരണകൂടം അമേരിക്കയുടെ ഓരോ നീക്കങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്കുള്ളിൽ ഭരണകൂടവും കോൺഗ്രസും തമ്മിൽ യുദ്ധത്തിന്റെ കാര്യത്തിൽ ഭിന്നതയുണ്ടെന്ന വാർത്തകൾ അന്താരാഷ്ട്ര തലത്തിൽ വാഷിംഗ്ടണിന്റെ നയതന്ത്ര ശക്തിയെ ദുർബലപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് ചില സുരക്ഷാ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സഭ പുനരാരംഭിക്കുമ്പോൾ വരാൻ പോകുന്ന വോട്ടെടുപ്പ് ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിയിലും നിർണായകമാകും. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ വിമതരെ അനുനയിപ്പിക്കാൻ ട്രംപിന് കഴിഞ്ഞില്ലെങ്കിൽ പ്രമേയം പാസ്സാകുകയും അത് പ്രസിഡന്റിന്റെ കൈകെട്ടുന്ന അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിച്ചാൽ അത് ട്രംപിന്റെ ഭരണകാലത്തെ ഏറ്റവും വലിയ ആഭ്യന്തര രാഷ്ട്രീയ പരാജയങ്ങളിലൊന്നായി രേഖപ്പെടുത്തപ്പെടും. വാഷിംഗ്ടണിൽ ഇപ്പോൾ നടക്കുന്നത് കേവലം ഒരു പ്രമേയത്തെ ചൊല്ലിയുള്ള തർക്കമല്ല, മറിച്ച് അമേരിക്കയുടെ ഭാവി, വിദേശ നയത്തെയും യുദ്ധമുഖങ്ങളെയും ആര് നിയന്ത്രിക്കണം എന്നതിനെ കുറിച്ചുള്ള വലിയൊരു അധികാര യുദ്ധമാണ്. വൈറ്റ് ഹൌസിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്ക് കോൺഗ്രസ് അന്ത്യം കുറിക്കുമോ അതോ ട്രംപ് തന്റെ അധികാരം ഉപയോഗിച്ച് ഈ പ്രതിസന്ധിയെയും മറികടക്കുമോ എന്ന് വരും മാസങ്ങളിൽ വ്യക്തമാകും. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ജൂണിൽ US കോൺഗ്രസിൽ നടക്കാൻ പോകുന്ന ആ നിർണായക രാഷ്ട്രീയ പോരാട്ടത്തിലേക്കാണ്.